ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 29. നമ്മളോട് ഒരു ചെറിയ സർക്യൂട്ട് നിർമ്മിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വയറുമായിട്ട് പിരിച്ചു ചേർത്തും മറ്റുമാണ് ഉണ്ടാക്കുക. എന്നാൽ എല്ലാ കോമ്പണൻസും അത്തരത്തിൽ യോജിപ്പിക്കാൻ പറ്റണമെന്നില്ല. ചെറിയ സർക്യൂട്ടുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ കണക്ട് ചെയ്താൽ അവ കേടാവാനും ചാൻസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനും ഈസി ആയിട്ട് റീയൂസ് ചെയ്യാനും സാധിക്കുന്ന സർക്യൂട്ടുകളും പ്രൊജക്റ്റുകളും നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കോമ്പണന്റ് ആണ് ബ്രെഡ് ബോർഡ്. എന്നാൽ 10ാം ക്ലാസ്സിലെ റോബോട്ടിക്സ് പഠിക്കുന്ന ഫ്രണ്ട്സിന് മെയിൻ പ്രൊജക്റ്റിനേക്കാൾ പലപ്പോഴും തലവേദന സൃഷ്ടിക്കുന്നത് പ്രൊജക്റ്റുകൾ എളുപ്പമാക്കാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രെഡ് ബോർഡിന്റെ കണക്ഷനാണ്. ഇതിന്റെ കണക്ഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് ഇതിനുള്ളിൽ എന്നറിയുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് ബോർഡിന്റെ പുറകിലുള്ള സ്റ്റിക്കർ ഇളക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഈസിയായി ഏതെല്ലാം പോയിന്റ് ആണ് പരസ്പരം കണക്ട് ആയിരിക്കുന്നത് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള മെറ്റൽ പീസുകളാണ് ഓരോ പോയിന്റുകളെന്നും അവ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റ് മനസ്സിലാക്കിയാൽ ഇനി നമ്മളോട് ബ്രെഡ് ബോർഡ് നമ്മുടെ സർക്യൂട്ടുകളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ യഥാർത്ഥത്തിൽ ഈസിയാക്കും. പ്രൊജക്റ്റുകളിൽ സർക്യൂട്ടുകൾ നിർമ്മിക്കുന്ന ബ്രെഡ് ബോർഡിന്റെ തന്നെ ഫിക്സഡ് വെർഷൻ ആയിട്ടുള്ള PCB ബോർഡ് 10ാം ക്ലാസ് കെമിസ്ട്രി ഉപയോഗിച്ചിട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.